പ്രിസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താഴ്മയോടെ എന്ത് ചെയ്താലും അത് താഴ്മയോടെ ചെയ്യുക, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ, എന്നിട്ട് പറയുകയാണ് മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കേണം. അടുത്ത വാക്യത്തിൽ താൻ പറയുകയാണ് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം, യേശുക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരു മനോഭാവമാണ് നമ്മളിവിടെ കണ്ടത്. അതായത് താഴ്മയോടെ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണുക. നമ്മൾ ഈ അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ നല്ല മനോഭാവമാണ്. അതായത് താഴ്മയോടെ കർത്താവ് ചെയ്ത പല കാര്യങ്ങൾ നമുക്കറിയാം. കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞാണ് ഈ താണലോകത്തിലേക്ക് വന്നത്. ഒത്തിരി കാര്യങ്ങൾ തന്നെ അവിടെ പറയുന്നുണ്ട്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ഒരു യേശു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വേണമെങ്കിൽ യേശു കർത്താവിനെ ചിന്തിക്കാം. കർത്താവിൻ്റെ ഒരു വാക്ക് പോരെ നമ്മയൊക്കെ രക്ഷിക്കുവാൻ, അത് മതി. പക്ഷേ തൻ്റെ ആ പൊസിഷൻ, അല്ലെങ്കിൽ താൻ ദൈവവുമായിട്ടിരുന്ന ആ ബന്ധം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തെ ഒഴിച്ചിട്ട് മനുഷ്യരൂപത്തിൽ വേഷത്തിൽ ദാസനായിട്ട് യേശു കർത്താവ് വരികയാണ്. അവിടെയും നമുക്ക് കർത്താവിൻ്റെ താഴ്മയാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ആ താഴ്മ നിമിത്തമാണ് കർത്താവ് ആ ഒരു പൊസിഷൻ വെട്ടി ഭൂമിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായി മനുഷ്യരാരും അവർ താഴുവാൻ ആഗ്രഹിക്കാത്തവരാണ്. പക്ഷേ യേശു കർത്താവ് അങ്ങനെയല്ല. നമ്മൾ കർത്താവിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ച് നമുക്ക് സുവിശേഷങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നുണ്ട്. ശിഷ്യന്മാർ തന്നെ പല ഇടങ്ങളിലും യേശുവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരെ തടയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങൾ അവരെ തടയരുത്, ദൈവരാജ്യം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. പാപിയായ സ്ത്രീ വരുമ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ പാപിയാണെന്ന് താൻ അറിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമുക്ക് യേശു കർത്താവിൻ്റെ താഴ്മയാണ് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കനാന്യ സ്ത്രീ അവരെ പുറകെ വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് കർത്താവെ അവളെ പറഞ്ഞു വിടുക. എന്നാൽ അവിടെയും കർത്താവ് പറയുന്നത് എന്താണ്? ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിയാണ് ഞാൻ വന്നത്, നഷ്ടപ്പെട്ടതിനെ ഓർത്താണ് ഞാൻ വന്നതെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ താഴ്മ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പേരിലെ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ് ക്രിസ്തു യേശുവിലുള്ള മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഒരു മനോഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ് ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആ ഹംബിൾ നേച്ചർ, താഴ്മയോടെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മറ്റുള്ളവനെ നമ്മേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. പലപ്പോഴും അത് കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ പൊസിഷൻ വിട്ട് താഴേക്കൊരു പൊസിഷനിൽ പോകാൻ ഇറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ. പലപ്പോഴും അത് കഴിയത്തില്ല. കാരണം എൻ്റെ മുകളിലുള്ള ആ ഒരു പൊസിഷൻ അത് വിട്ടിട്ട് എന്തിന് ഞാൻ താഴെ പോകണം? ഒരു പ്രൈഡ് നിമിത്തം വരുന്നതാണ്. അതേസമയത്ത് താഴ്മയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും അത് വരത്തില്ല. കാരണം ആ വ്യക്തിക്ക് മറ്റുള്ളവനെ ശ്രേഷ്ഠനായി എണ്ണുവാൻ കഴിയും. ആ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. അപ്പോൾ യേശു കർത്താവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് താൻ അവിടെ പറയുമ്പോൾ കർത്താവും അങ്ങനെ ആയിരുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകി. പത്രോസ് പറയുന്നുണ്ട് കർത്താവ് എൻ്റെ കാലുകൾ നീ കഴുകണ്ട. പക്ഷേ അവിടെയും യേശു കർത്താവ് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കില്ല എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കുവാൻ ക്രിസ്തു യേശുവിൻ്റെ അതേ മനോഭാവം, അതേ താഴ്മ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നമുക്ക് തുടരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ.
ദൈവസന്നിധാനത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട് കർത്താവെ ആ താഴ്മ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ പലയിടങ്ങളിലും കർത്താവ് പറയുന്നുണ്ട്, തന്നെത്താൻ ഉയർത്തുന്നതൊക്കെ താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ അവൻ ഉയർത്തപ്പെടും. ഒരിക്കലും ഉയർച്ച തെക്ക് നിന്നോ വടക്ക് നിന്നോ ഒന്നുമല്ല. ദൈവം ന്യായാധിപനാണ്. ഒരുത്തനെ ഉയർത്തുവാനും മറ്റൊരുത്തനെ താഴ്ത്തുവാനൊക്കെ കർത്താവിന് കഴിയും. അങ്ങനെയെങ്കിൽ ദൈവസന്നിധാനത്തിൽ താഴ്മയുള്ളവരായി മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠത നേടുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയാകട്ടെ. ഈ വശങ്ങളാൽ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ.